അന്ന് അപ്പൻ ജോർജ് മർത്തലമ്മമാരെ നാക്കുകൊണ്ട് ബലാത്സംഗം ചെയ്തു. ഇന്ന് മകൻ വായുകൊണ്ട് സ്വാന്തനിപ്പിക്കുന്നു. കന്യാസ്ത്രീ ഏതായാലും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്നുള്ള കാര്യത്തിൽ സംശയം വല്ലതും ഉണ്ടോ? 12 പ്രാവശ്യം ഒരു തരി സുഖം. 13ാമതാണോ ബലാത്സംഗം? എന്ത് മണിയായിരുന്നു 12 നടന്നപ്പോൾ? അവരെവിടെയായിരുന്നു 12 നടന്നപ്പോൾ? ബജ്രംഗ് ദൾ പ്രവർത്തകർ തങ്ങളുടെ മർത്തലമ്മമാരെ അപമാനിച്ചേ എന്ന് വലിയവായിൽ നിലവിളിച്ച് കത്തോലിക്ക സഭയിലെ അംശവടിക്കാരന്മാർ ഇന്നലെ വായു മൂടിക്കെട്ടി നിരത്തിൽ ഇറങ്ങിയത് നാം എല്ലാവരും കണ്ടതാണ്. ഇത് കണ്ട് തമ്മിൽ കൂട്ടിയിടിച്ചാൽ പോലും മിണ്ടാത്ത, മൈൻഡ് ചെയ്യാത്ത മറ്റ് സഭകളിലെ അംശവടിക്കാരന്മാരും ഇതെല്ലാം ഏറ്റുപാടി അയ്യോ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നേ എന്ന്. ഇടതു വലതു പാർട്ടികൾ മാത്രമല്ല, കേരളത്തിലെ BJP-കാരന്മാർ പോലും മർത്തലമ്മമാരെ അപമാനിച്ച് അവർക്ക് നീതി വേണം എന്നും പറഞ്ഞ് കാറിക്കൂവി നിരത്തിലിറങ്ങി, പ്രസ്താവനകളും ഇറക്കി. കേന്ദ്ര സർക്കാരോ ഛത്തീസ്ഗഡ് ഭരിക്കുന്ന BJP ഭരണകൂടമോ ഇതിനൊന്നും കാശിന്റെ വില കൽപ്പിച്ചില്ലെങ്കിലും കേരളത്തിൽ നിന്നും പ്രശ്നപരിഹാരത്തിന് അയച്ച പ്രതിനിധികളിൽ ഒരാളെ കണ്ടപ്പോൾ ചിരിച്ചിരിച്ച് വയറ്റിലെ കുടല് വരെ കുരുങ്ങിപ്പോയി. അതാരാണെന്ന് നിങ്ങൾക്കൊരു പക്ഷേ പിടികിട്ടിക്കാണും. ആ മുതൽ മറ്റാരുമല്ല, നമ്മുടെ പൂഞ്ഞാറ്റിലെ ജോർജിന്റെ ചക്കരച്ചക്കൻ ലവനെയാണ് രാജീവ് ചന്ദ്രശേഖർ മർത്തലമ്മമാരെ രക്ഷിക്കുവാൻ ഛത്തീസ്ഗഡിലേക്ക് കയറ്റി അയച്ചത്. PC ജോർജിന്റെ മകനെ ഉദാഹരിച്ചാണ് കഴിഞ്ഞ ദിവസം പാമ്പ്ളാനി 18 വയസ്സാകുമ്പോഴേ കാശുള്ള ഏതവളയെങ്കിലും വളച്ച് 25 വയസ്സാകുന്നതിന് മുമ്പേ കെട്ടിക്കോണം എന്ന് ചവയിലെ മൊണ്ണച്ചക്കന്മാർക്ക് ഉപദേശം കൊടുത്തത്. റോമൻ കത്തോലിക്കൻ എന്നും പറഞ്ഞ് നടക്കുന്ന ജോർജും മകനും സമുദായത്തിൽ നിന്നും പെണ്ണ് കിട്ടാഞ്ഞിട്ടാവണം വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ജഗതിയുടെ മകൾ പാർവതിയെ മതം മാറ്റി മാമോദിസ മുക്കി അൽഫോൻസ ആക്കി മാറ്റി വിവാഹം കഴിച്ചത്. പിന്നെ അല്ല, എന്നെയും PC ജോർജിനെയും കണ്ടാൽ ചേട്ടനും അനിനും പോലെയില്ലേ എന്ന് വെള്ളാപ്പള്ളി പണ്ട് ചോദിച്ചത് വെറുതെയല്ല. ഇന്ന് റോമൻ കത്തോലിക്കനാണെന്നും സുറിയാനി ക്രിസ്ത്യാണെന്നും പറഞ്ഞ് നടക്കുന്ന എല്ലാവരുടെയും 3 തലമുറ പിന്നോട്ടെടുത്ത് നോക്കിയാൽ അവർ കേശവന്റെയോ ഗോപാലന്റെയോ ചിണ്ടന്റെയോ ഒക്കെ മക്കളായിരിക്കും. തീർച്ച. മുലക്കരം കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ ക്രിസ്ത്യാനികളായവർ, ഐത്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ മാറുമറയ്ക്കുവാൻ ക്രിസ്ത്യാനികളായവർ, അവന്മാരാണ് ഇന്ന് മതം മാറ്റുവാൻ നടക്കുന്നത് എന്നതാണ് ഏറ്റവും വിചിത്രകരമായ സത്യം. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നില്ലായിരുന്നു എങ്കിൽ ഇന്ന് സകലമാന ഈഴവന്മാരും പിന്നോക്കക്കാരും ക്രിസ്ത്യാനികൾ ആകുമായിരുന്നു. അവരെ നമ്മൾ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുമായിരുന്നു. ഈ ചരിത്രം ഞാൻ വിശദമായി മറ്റൊരു എപ്പിസോഡിൽ പ്രതിപാദിക്കാം. പാർവതിയെ അൽഫോൻസ ആക്കി മതം മാറ്റിയപ്പോൾ കേരളത്തിൽ ഒരു പുട്ടും സംഭവിച്ചില്ല. മതമേതായാലും കുടം നന്നായാൽ, മതമേതായാലും കുടം നന്നായാൽ മതി എന്ന പുരോഗമന ചിന്തയുള്ളത് കൊണ്ടാവാം അത്. ഛത്തീസ്ഗഡിലൊക്കെ പണ്ട് ഇതൊന്നും ആരും മൈൻഡ് ചെയ്യില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല. അവർ ശ്രദ്ധിക്കുമെന്ന് മാത്രമല്ല, മതം മാറ്റാൻ ഇറങ്ങിയാൽ നല്ല പൂശും. മിഷൻ മർത്തലമ്മ കുസുമയോജന പദ്ധതിക്ക് നിയുക്തനായ ചക്കരച്ചക്കൻ പോകുന്നതിന് മുമ്പ് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് കീച്ചിത് കാണുക. അവിടെ നടന്ന സംഭവങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ അന്വേഷണം നടത്തേണ്ടത്. ഇവർ റിമാൻഡിൽ പോയതിന് ശേഷമാണ് നമുക്ക് ഇത് സംബന്ധിച്ച് അവിടെ നിന്ന് വിവരങ്ങൾ കിട്ടുന്നത്. വിവരം കിട്ടിയ നിമിഷം മുതൽ ഈ നിമിഷം വരെ കൃത്യമായ ഇടപെടൽ ബഹുമാനപ്പെട്ട BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്ര അദ്ദേഹം ഡൽഹിയിലുണ്ട്. അദ്ദേഹം നേരിട്ട് തന്നെ ഈ വിഷയത്തിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. കേന്ദ്ര സർക്കാർ ആഭ്യന്തര വകുപ്പുമായി ഇതിനകത്ത് കൃത്യമായ നോട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇടപെടലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവിടെ റിമാൻഡിലാണ്, ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെ അതിനെ സംബന്ധിച്ച് പരിഹാരമുണ്ടാക്കാമെന്നത് സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു മൊഴിയുണ്ട്, ഇവർക്കെതിരായൊരു മൊഴിയുണ്ട്. ആ മൊഴിയിൽ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ ഇന്നലെ എത്തി ആ മൊഴി ആ സ്റ്റേറ്റ്മെൻറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. ആ കുട്ടികളുടെ മാതാപിതാക്കളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇനി അവർ ജാമ്യാപേക്ഷ കോടതിയിലായതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷ മൂവ് ചെയ്യണം. ജാമ്യാപേക്ഷ കോടതിയിൽ വരുന്ന സമയത്ത് ഈ കേസിനെ സംബന്ധിച്ചുള്ള നിജസ്ഥിതി എന്താണ്, ഇപ്പോൾ ഇവരുടെ കുട്ടികളുടെ മാതാപിതാക്കളുടെ ഉൾപ്പെടെയുള്ള മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ നിജസ്ഥിതി നമ്മൾ ആവശ്യപ്പെട്ടിട്ട് ഒറ്റ കാര്യമുള്ളൂ, ഇതിനകത്ത് നീതി ഉണ്ടാകണം, നീതിപൂർവമായ അന്വേഷണം ഉണ്ടാകണം. ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നിരപരാധികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നീതി ലഭിക്കണമെന്നുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എത്ര ആത്മാർത്ഥമായി കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, എത്ര തന്മയത്വത്തോടെ കാര്യങ്ങൾ ലവൻ പറഞ്ഞു. രായ്ക്ക് രാമാനം പാർവതിയെ അൽഫോൻസ ആക്കിയ മുതലാണ് ഈ നിന്ന് കീറുന്നത് എന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്ന് പറഞ്ഞതുപോലെ കത്തോലിക്കനെ കൊണ്ട് തന്നെ ഒതുക്കുക എന്ന ലക്ഷ്യത്തിലാവാം RC ഈ കടുങ്കൈ ചെയ്തത്.
ലവനെയോ ലവന്റെ അപ്പനെക്കുറിച്ചോ രാജീവ് ചന്ദ്രശേഖരന് എന്തെങ്കിലും ഒരു പുണ്ണാക്കറിയാമായിരുന്നു എങ്കിൽ ഒരിക്കലും ഇവന്മാർ രണ്ടിനെയും ഒരിക്കലും BJP-യുടെ മുറ്റത്ത് പോലും അടുപ്പിക്കില്ലായിരുന്നു. കുടുംബത്ത് പിറന്ന ഒരൊറ്റ കത്തോലിക്കനും പൂഞ്ഞാർ ജോർജിനെയോ ലവന്റെ ചക്കരച്ചക്കനെയോ കത്തോലിക്കനോ പോട്ടെ ക്രിസ്ത്യാനിയായി പോലും കണക്ക് കൂട്ടുകയില്ല. നിലമ്പൂർ റിസൾട്ട് നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാകും. അതാണ് ഈ അടുത്ത കാലത്ത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം. ഈ അപ്പനോടും മകനോടുമുള്ള വിദ്വേഷത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ലവന്റെ തന്ത ജോർജ് 6 വർഷങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളിൽ വന്നിരുന്ന് നടത്തിയ ചില പ്രസംഗങ്ങളാണ്. പലരും ഒരുപക്ഷെ അത് മറന്നുപോയിട്ടുണ്ടാവാം. പക്ഷേ ആ വീഡിയോകൾ ഞങ്ങളുടെ ആർക്കൈവ്സിൽ ഇപ്പോഴും ഭദ്രമായിട്ടുണ്ട്. ഫ്രാങ്കോ മുളയ്ക്കൽ എന്ന ആഭാസൻ മെത്രാൻ കുറവിലങ്ങാട് മഠത്തിൽ കയറി ബലാത്സംഗം ചെയ്തു എന്നും പറഞ്ഞ് ഒരു കേസുണ്ടായിരുന്നു. ബജ്രംഗ് ദൾ പ്രവർത്തകരോ സുഡാപ്പികളോ തന്നെ ബലാത്സംഗം ചെയ്തു എന്നായിരുന്നില്ല ആ മഠത്തിലമ്മ എന്ന് പരാതി നൽകിയത്. തൻ്റെ സഭയുടെ ഒരു മുതിർന്ന മെത്രാൻ തന്നെ 13 തവണ പീഡിപ്പിച്ചു എന്നും പറഞ്ഞായിരുന്നു കേസ് ഫയൽ ചെയ്തത്. ഹരിശങ്കർ എന്നൊരു മിടുക്കനായ IPS ഉദ്യോഗസ്ഥൻ ആയിരുന്നു അന്ന് ജില്ലാ പോലീസ് മേധാവി എന്നതുകൊണ്ട് ആ കേസ് മുങ്ങിപ്പോയില്ല. ഇന്ന് റിട്ടയർ ആയിട്ടും ഒരു ഉളുപ്പില്ലാതിരുന്ന് അംശവടിക്കാരന്മാരുടെ കഴി വെടിപ്പാക്കി കൊടുക്കുന്ന പള്ളിപ്പൊട്ടന്മാരായ SP-മാർ ആയിരുന്നുവെങ്കിൽ ഈ കഥ പുറം ലോകം അറിയില്ലായിരുന്നു. എന്നാൽ ഹരിശങ്കർ IPS ഫ്രാങ്കോയെ അവൻ്റെ അംശവടിയും മടക്കി അളിഞ്ഞ ലോഹയും ഊരിക്കളഞ്ഞ് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു. അന്ന് ഇരയായ ആരോരുമില്ലാതിരുന്ന അഗതിയായ ആ മഠത്തിലമ്മയെ ഇവൻ്റെ തന്ത പൂഞ്ഞാർ ജോർജ് ഫ്രാങ്കോ നശിപ്പിക്കുന്നതിനേക്കാൾ മൃഗീയമായി ദേശീയ ചാനലുകളിൽ അടക്കം വന്നിരുന്ന് മാനഭംഗപ്പെടുത്തി. വേശി എന്നുവരെ പരസ്യമായി വിളിച്ച് അപമാനിച്ചു. ഇത് കണ്ടിട്ട് നിങ്ങൾ പറയുക, ഇതിൻ്റെ 100-ൽ 1 അംശമെങ്കിലും ആ ബജ്രംഗ് ദൾ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം മനുഷ്യക്കടത്ത് നടത്തി പിടിയിലായ ആ 2 മഠത്തിലമ്മമാരെ പറഞ്ഞു. തികഞ്ഞ വർഗീയവാദികളായ ആ ബജ്രംഗ് ദൾ പ്രവർത്തകർ കാണിച്ച മാന്യത പോലും ഈ പൂഞ്ഞാർ കേശവൻ, ഈ ചക്കരച്ചക്കൻ്റെ അപ്പൻ ആ മഠത്തിലമ്മയോട് കാണിച്ചോ? ഇല്ല. ആ വീഡിയോ കാണുക. കന്യാസ്ത്രീ ഏതായാലും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്നുള്ള കാര്യത്തിൽ സംശയം വല്ലതും ഉണ്ടോ? 12 പ്രാവശ്യം ഒരു തരി സുഖം. 13ാമതാണോ ബലാത്സംഗം? എന്ത് മണിയായിരുന്നു 12 നടന്നപ്പം? അവരെവിടെയായിരുന്നു 12 നടന്നപ്പം? ആരോടാ ഇത് പറയുന്നവർ? 1ാമത്തെ പ്രാവശ്യം എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല? പറയാതിരിക്കാൻ പറ്റുമോ? പലരുമായി ശാരീരബന്ധം വളർത്തുന്ന സ്ത്രീ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറയേണ്ടി വരും. അന്ന് ആ മഠത്തിലമ്മ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ, ക്രൂശിക്കപ്പെട്ടപ്പോൾ, ഇവർക്ക് രക്ഷ തേടി കന്യാസ്ത്രീകൾ കൂട്ടത്തോടെ വഞ്ചിസ്കോറയിൽ ഇറങ്ങിയപ്പോൾ ഇവിടുത്തെ ഒരൊറ്റ മതമേലധ്യക്ഷന്മാരോ രാഷ്ട്രീയക്കാരന്മാരോ അവരുടെ സംരക്ഷണത്തിനായി അവർക്കായി ഒന്ന് ശബ്ദിക്കുക പോലും ചെയ്തു. അതൊക്കെ പോട്ടെ, ജയിലിൽ കിടക്കുന്നത് എൻ്റെ അപ്പനാണെന്നും പറഞ്ഞ് ഈ പൂഞ്ഞാർ കേശവൻ ജയിലിൽ പോയത് കാണുക. തിന്ന അമേദ്യത്തിൻ്റെ നന്ദി കാട്ടിയത് ഇപ്രകാരമായിരുന്നു. ഇവിടെ പിതാവിനെതിരായി ഈ കേസ് കൊണ്ട് നടന്ന വിഭാഗങ്ങളെപ്പറ്റി ഞാൻ പഠിച്ചപ്പോൾ ബ്ലാക്ക് മാസ്, ലോകം മുഴുവൻ ബ്ലാക്ക് മാസിൻ്റെ പ്രവർത്തനമുണ്ട്. നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിന് ഏറ്റവും വലിയ ബഹുമാനിക്കുന്ന ആദരിക്കുന്നത് തിരുവോസ്തി കുർബാന, വിശുദ്ധ കുർബാനയാണ്. ആ കുർബാന വിശുദ്ധ കുർബാന ഒരെണ്ണം എടുത്തു കൊടുത്ത 10,000, 50,000, 5 ലക്ഷമോ 1 ലക്ഷമോ കൊടുക്കാൻ ആൾ നിൽക്കുക. എന്നിട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ നിലത്ത് ഈ വിശുദ്ധ കുർബാന ഇട്ടിട്ട് അത് കാറി തുപ്പുക, ചവിട്ടുക, മൂത്രമൊഴിക്കുക, ആവേശം മൂക്കുന്നതിന് അമേദ്യം അതേപോലെ വീഴ്ത്തുക, എന്ന് യേശു ക്രിസ്തു തൊലയട്ടെ എന്ന് പറയുക, ഈശ്വരനെ ചീത്ത വിളിക്കുക. ഇതൊക്കെ ബ്ലാക്ക് മാസിൻ്റെ ഒരു ഭാഗമാണ്. ആ ബ്ലാക്ക് മാസിൻ്റെ ഭാഗമാണ് ഈ കേസിൻ്റെ വാദിഭാഗം മുഴുവൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായി മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഒരു SP ഹരിശങ്കർ, അയാളെപ്പറ്റി ഒരു വാക്ക് പറയാൻ ശരിയല്ല. അയാൾ പറഞ്ഞെന്താ, വിധി വന്നപ്പോൾ അപ്പീൽ കൊടുക്കാൻ സ്വാതന്ത്ര്യം, അതിന് നമുക്ക് നിയമമുണ്ടല്ലോ, കൊടുക്കാമല്ലോ. അതിന് ജഡ്ജിയെ അപമാനിക്കുന്ന വർത്തമാനം അയാൾ പറഞ്ഞു. ഏത് അയാൾക്ക് എന്താ ഇത്ര ആവേശം? ആ ഡിവൈഎസ്പിക്ക് ഇത്ര ആവേശം? കന്യാസ്ത്രീ പടത്തിൽ നിന്ന് രാത്രി ഡിവൈഎസ്പി സർക്കിളിനെ ഓടിച്ചതാ. ഞാൻ അതിന്റെ വിശദാംശത്തേക്ക് കിടക്കുന്നില്ല. എന്റെ മര്യാദ വിശദമായ പത്രസമ്മേളനം ഞാൻ നടത്താൻ പോവാ. അപ്പോൾ എല്ലാം വരും. ഇതെല്ലാം ഫ്രാങ്കോ ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ ആദ്യം പോയത് പൂഞ്ഞാർ ജോർജിന്റെ വീട്ടിലേക്കായിരുന്നു. മഠത്തിലമ്മയെ ഭോഗിച്ച ഫ്രാങ്കോയുടെ കൈ സ്വന്തമായി മുത്തുക മാത്രമല്ല, ഭാര്യയെ കൊണ്ടും മുത്തിച്ചു. കൈമുത്തി മതിവരാത്തത് കൊണ്ടാവണം അംശവടി മുട്ടിൽ കുത്തി നിന്ന് കുടുംബമായി മുത്താനാണോ എന്നറിയില്ല, വീട്ടിലേക്കും ഫ്രാങ്കോയെ വലിച്ചു കയറ്റി കൊണ്ടുപോയി. ചുമ്മാ പറയുന്നല്ല, ആ വീഡിയോ കാണുക.
ഇവിടെ വന്നത് ഞാൻ ജയിലിലായിരിക്കുമ്പോൾ സാർ എന്നെ കാണാൻ വന്നു. എൻ്റെ ഒരു മര്യാദയ്ക്ക് ഞാനൊരു റിട്ടേൺ വിസിറ്റ് പിന്നെ പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഞാൻ ജയിലിലിരിക്കുമ്പോൾ വായിച്ചു. പത്രക്കാർ ചോദിച്ചു ആരെ കാണാനാ പോയെന്ന്. അപ്പോൾ എൻ്റെ അപ്പനെ കാണാനാ പോയത്. ആ അപ്പം വന്നതാണെന്ന് പറഞ്ഞോളാം പറയാൻ. ഇന്ന് ആ തന്തയും ആ തന്തയുടെ മോനും BJP-യിലാണ്. ഇവരാണ് കന്യാസ്ത്രീകളെ ആക്രമിക്കുന്നേ എന്ന് വലിയ വായിൽ ഇവിടെ കിടന്ന് നിലവിളിക്കുന്നത്. ഈ അലവലാതി ജോർജിന്റെ മകനാണ് മനുഷ്യക്കടത്ത് നടത്തി പിടിയിലായ മടത്തൽമ്മമാരെ രക്ഷിക്കുവാൻ ഇറങ്ങിയിരിക്കുന്നത്. ഈ BJP നേതൃത്വം എങ്ങനെ ഇതുപോലെയുള്ള തീട്ടങ്ങളെ വാരിക്കൊണ്ട പാർട്ടിയിൽ ഉന്നത സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നു എന്നതാണ് അത്ഭുതം. i2 ന്യൂസ് പൊതുസമൂഹത്തോട് പറയുവാൻ ശ്രമിക്കുന്നത് ഇതാണ്: കേരളത്തിൽ മടത്തൽമ്മമാരെ കൊന്ന് കിണറ്റിലോ പാറമടയിലോ കൊണ്ടിടാം. മഠത്തിൽ കയറി വിഷപ്പന്മാർക്കും പാതിരിമാർക്കും ബലാത്സംഗം ചെയ്യാം, ഭോഗിക്കാം. കുർബാനയുടെ പേരിൽ കിടന്ന് പള്ളിയിലും വഴിയിലും കിടന്ന് തമ്മിലടിക്കാം. ആരെയും ഇവിടെ മതം മാറ്റാം, ആർക്കും ഒരു പ്രശ്നവുമില്ല. എന്നാൽ മനുഷ്യക്കടത്ത് നടത്തിയ മതപരിവർത്തനം നടത്തുന്ന മടത്തലമ്മമാരെ അറസ്റ്റ് ചെയ്താൽ അത് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള അക്രമമായി ചിത്രീകരിക്കും. എല്ലാ സഭാ കച്ചവടക്കാരന്മാരും ഇതിൻ്റെ കൂടെ കൂടുകയും ചെയ്യും. സംഘപരിവാറിന്റെ കടന്നുകയറ്റവുമായി അവർ ഇതിനെ ചിത്രീകരിക്കുകയും ചെയ്യും. ഇവന്മാരുടെ പുറകെ നടക്കുന്ന മൊണ്ണകളെ ഇത് മനസ്സിലാക്കിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഈ കത്തോലിക്ക മെത്രന്മാരുടെ കാഞ്ഞ ബുദ്ധി നിങ്ങൾ മനസ്സിലാക്കണം. ഏതോ 2 മടത്തലമ്മമാരെ പോക്രിത്തരം കാണിച്ചു പിടിച്ചപ്പോൾ രാജ്യത്തെ ഇവർ പിടിച്ചു കുലുക്കിയില്ലേ? ഇടത് വലത് വ്യത്യാസമില്ലാതെ ഇവന്മാരുടെ മുന്നിൽ പോയി നേതാക്കൾ കുനിഞ്ഞു നിൽക്കുന്ന അവസ്ഥ ഇവർ ഉണ്ടാക്കിയില്ലേ? അങ്ങനെ BJP സർക്കാരുമായുള്ള ഒരു വിലപേശലിനുള്ള അവസരം ഇവർ ഉണ്ടാക്കിയില്ലേ? മാധ്യമങ്ങളിൽ വാർത്തകൾ കൊണ്ട് നിറച്ചില്ലേ? സഭ പോലും സ്തംഭിപ്പിക്കുവാൻ ശ്രമിച്ചില്ലേ? ഇവന്മാരുടെ ലോഹയ്ക്ക് പിന്നിൽ പോയി കുനിഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ ഹിജറകളെ, ഇതാണ് പൗരോഹിത്യ ബുദ്ധി. ഇതൊക്കെ നീ ഒന്ന് മനസ്സിലാക്കുക. ഈ രാഷ്ട്രീയ ഹിജറകളെയാണ് പ്രത്യക്ഷത്തിൽ നാം സഭയിൽ കാണുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഭരണം നടത്തുന്നത് ഈ പള്ളിത്തന്തന്മാരാണെന്ന് മനസ്സിലാക്കുക. മനസ്സിലാക്കുവാൻ പ്രാപ്തിയുള്ളവൻ മനസ്സിലാക്കട്ടെ, അല്ലാത്തവൻ പോയി അത് തന്നെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.